for last paper publication and posted for passing final decree. OS 162/2005 അന്തിമ വിധി പറയുന്നതിന് 3 മാസ സമയം അനുവദിച്ചിരിക്കുന്നു. കേസ് 3/5/2012 അവധിക്ക് വെച്ചിരിക്കുന്നു. അങ്ങനെ 7 വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. 3 മാസം കഴിഞ്ഞാൽ കോടതിയും സമ്മതിക്കും ഹരിനാരായണൻ എന്നൊരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പില്ലെന്ന്. ഒരു തരത്തിൽ പറഞ്ഞാൽ സിവിൽ ഡെത്ത്. നിയമത്തിന്റെ നൂലാമാലകളൊന്നും ഇനി ബാക്കി ഉണ്ടാവില്ല, അല്ല വക്കീലെ? പിന്നെ ഞാൻ ഈ കൂട്ടും പിടിച്ച് വക്കീലാണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാണെന്താ? ഇപ്പൊ തന്നെ എല്ലാം കഴിഞ്ഞതാ. പിന്നെ ഒരു ഫോർമാലിറ്റി, ഒരു പത്രപരസ്യം, അത്രേ ഉള്ളൂ. ഹരി ജീവിച്ചിരിപ്പില്ലെന്ന് കോടതി വക ഒരു ലാസ്റ്റ് കൺഫർമേഷൻ, തീർന്നു. അതിപ്പോ ഏതെങ്കിലും ഒരു അന്തിപത്രത്തില് ഒരു സ്റ്റാമ്പ് സൈസ്, അത്രയും മതി. പിന്നെ കോടതി അല്ലെങ്കിൽ പ്രഖ്യാപിക്കല്ലേ. അന്തിമ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ പിന്നെ എല്ലാം നിങ്ങളുടെ അല്ലേ. ഹരിയുടെ പേർക്കുള്ള 127 ഏക്കർ നിലവും പുരയിടവും എല്ലാം പിന്നീട് അങ്ങോട്ട് തിന്ന് വീറ്റും മൂട്ടിക്കാം. എവിടെ തള്ളാനി? എന്തേ അവന് നാട് വിട്ടോ? ഹരിച്ചു കിടക്കാൻ ഒരു കട്ട്ലർ ഒഴിച്ചിട്ടില്ലേ? വെറുതെ അവൻ ചത്തു. 3 മാസം കഴിഞ്ഞാൽ അത് കോടതിയും സമ്മതിക്കും. പിന്നെ ഇക്കണ്ട മുതല് മുഴുവൻ അവന്റെ അനന്തരാവകാശികള്, അതായത് ഞങ്ങള് അനുഭവിക്കും. ആഹാ, കെട്ടിലമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ചത്ത് മണ്ണടിഞ്ഞ ഒരുത്തിന് വേണ്ടി വ്രതം നോച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? മതി, നിർത്തിക്കോ. അവൻ ഇനി വരില്ല. നീ വിഷമിക്കണ്ടടി മോളെ, ചത്തുപോയൊരു പോട്ടെ. കാക്കാശിന് വകയില്ലെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമാ. ഞാൻ കെട്ടിക്കോളാടി നിന്നെ. നിന്റെ വീടോ? അത് പണ്ട് എന്റെ ചെറിയച്ഛൻ ഒരു അബദ്ധം പറ്റി. നിന്റെ അച്ഛൻ പെങ്ങളെ സമ്മതം കഴിച്ചത് ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ കാലം അത്രയും വെച്ച് അനുഭവിച്ചില്ലേ? ഇക്കണ്ട സ്വത്തുക്കൾ മുഴുവൻ നീയും നിന്റെ ആങ്ങളെയും. അതിന്റെ മധുരം തീർന്നറി. ഇനി ഞങ്ങളുടെ കാലവാ. തള്ളേ, കൊച്ചുമക്കളെ വിളിച്ചോണ്ട് ഇപ്പൊ ഇറങ്ങിയാൽ ചത്താ കുഴിച്ചിടാൻ 6 അടി മണ്ണെങ്കിലും തരും. ഇല്ലെങ്കിൽ പഞ്ചായത്ത് വക ചുടലപ്പറമ്പേ കാണൂ. പുഴുത്ത് ചത്ത നിന്നെ തന്ത വിചാരിച്ചിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ നീ വന്നോണ്ടല്ലേ. അവസാനായിട്ട് പറയാ, നിന്റെ പുന്നാരാങ്ങളുണ്ടല്ലോ അനി, അവനോട് പറഞ്ഞേക്ക് ഈ കേസ് തോറ്റു കഴിയുമ്പോ പുതിയ അപ്പീലായിട്ട് എങ്ങാനും വന്നാൽ വെട്ടി അരിഞ്ഞ് ചെളി താഴ്ത്തുന്നു. എവിടോ കളവാനി? ഞാനിവിടെ ഉണ്ട്. നീ പേടിച്ച് കവുങ്ങിന്റെ മണ്ടേ കയറിക്കാണ്. പോടാ, എന്റെ പട്ടി പേടിക്കും. ഒന്ന് ആടാണ്ടിരിക്കും. അവന്മാര് പേടിക്കും, ഞാൻ പേടിച്ച് പറിക്കുന്നതാണ്. എന്റെ തളപ്പ് താഴേക്ക് വീണുപോയി. ധൈര്യം ഉണ്ടെങ്കിൽ നീ അല്ലെങ്കിൽ മേലേക്ക് ഇറങ്ങി താടാ. എന്താ നിനക്കിപ്പോ മനസ്സിലായില്ലേ? നിങ്ങളെക്കാളൊക്കെ വളരെ മേലെയാണ് ഞാനെന്ന്. നീ മേലെ തന്നെ ഇരുന്നോടാ. ഒന്ന് അറിയിച്ചിട്ട് പോവാ വന്നതാ. കാലം കുറെ ആയല്ലോ ഞങ്ങളുടെ മുതല് വെട്ടിത്തിന തുടങ്ങിയിട്ട്. ഇനി നിർത്തിക്കോ. 3 മാസം കൂടിയേ ഉള്ളൂ. കോടതി ഉത്തരവ് കിട്ടിയാൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇതെല്ലാം. പിന്നെ എങ്ങാനും ഇതേ തൊടാ വന്നാൽ വെട്ടി നുറുക്കും ഞങ്ങള്. നീ അങ്ങ് പുളുത്തും. ഇനി 3 മാസമില്ല. എന്താ നമുക്ക് കാണാം. നീ ഇങ്ങോട്ട് ഇറങ്ങി വേണം. എന്നെ പട്ടി വരും. ആണാണെങ്കിൽ നീ ഇങ്ങോട്ട് കയറി വേണം. നിന്റെയൊക്കെ കടം ഞാൻ ഹരിക്ക് മാറ്റി വെച്ചിരിക്കുക. അത് അവൻ തന്നെ തീർത്തോളൂ. നിന്റെ ഹരി തിരിച്ചു വരില്ല. ഇനി വന്നാലും നീ ഒന്നും കാണാനും പോണില്ല. ഇല്ലെങ്കിൽ കാക്ക മലന്ന് പറക്കണം. ഹരി തിരിച്ചു വരും. കാക്ക മലന്ന് പറക്കുകയും ചെയ്യും. നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഓ, നിന്നെ ഞാനല്ലേ ആദ്യം വിളിച്ചത്. ലേഡീസ് ഫസ്റ്റ്. നീ ആദ്യം കയറി വാടി. ചേട്ടാ, വൈകുന്നേരം വരെ നിന്നാലും വരും തോന്നല്ലേ? നമുക്ക് പോയാലോ? നീ ഇങ്ങോട്ട് ഇറങ്ങി വരുമല്ലോ. നിന്നെ ഞാൻ എടുത്തോളാം. എടുക്കണേ. പതുക്കെ ഇറങ്ങാം. ഞാൻ അവന്റെ അമ്മൂമ്മയുടെ തിരുവാതിര കളിക്ക് പൂക്കുലവട്ടം കയറിയതാ. കിട്ടിയില്ല. അല്ല പിന്നെ. പക്ഷെ വന്നപ്പോഴേക്കും അമ്മ രക്ഷപ്പെട്ടോളൂ. അല്ലല്ലോ അനുകൂലമാണോ അമ്മയുടെ കളി? അയ്യോ, ഇവര് പോയില്ലേ? പോയില്ലേ? വെറുതെ ഇരുന്നില്ലേ?
ഒന്ന് വേഗം ആവട്ടെ അച്ചു. അനിക്കുട്ടന് വിശക്കണുണ്ടാവും. ഒന്ന് ബഹളം വെക്കാതിരി അച്ഛമ്മേ. അനിയേട്ടൻ ടിവിയുടെ മുമ്പിൽ നിന്ന് എണീക്കണമെങ്കിൽ 10 മണിയെങ്കിലാവും. അച്ചു നീ ഇങ്ങോട്ട് വന്നേ. ദേ നമ്മുടെ ഹരി എവിടെ? ടിവിയില്. നിക്ക്, ഞാനൊന്ന് കൈ കഴുകിട്ട് വരാം. വരാൻ. നീ കൈ കഴുകി പൊട്ടുന്നോട്ട് വരുമ്പോഴേക്കും അവനങ്ങ് പോകും. വേഗം നടക്കും. ഇന്നിപ്പോ ടിവിയിലാ. ഈ മാസത്തെ എത്രാമത്തെ കണ്ടെത്തല അനിയേട്ട ഹരിയേട്ടനെ? ഇതങ്ങനെയല്ല, നീ ഒന്ന് കാണ്. ഈ പഞ്ചാബിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊന്നിൽ ഒരു കൊച്ചു കേരളം തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയോ? ഇത് നമ്മുടെ സുബേദയുടെ ലാത്തി ചാർജ് അല്ലേ? ഞാൻ കാണാറുള്ളതാ. അതല്ലടി, നീ നോക്ക്. മലയാളം സംസാരിക്കുന്ന, അതുപോലെ മലയാളികൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന, ഈവൻ മലയാളം മാതൃഭാഷയായിട്ടുള്ള ഒരു സ്കൂൾ വരെയുള്ള ഈ ഗ്രാമത്തിന്റെ പേര് മല്ലു സ്ട്രീറ്റ് എന്നാണ്. ശരിക്കും ഈ മല്ലു സ്ട്രീറ്റിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ തന്നെയുണ്ട്. 1984 ഇന്ദിരാജി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ ഒട്ടുക്ക് ഒരുപാട് കലാപങ്ങളുണ്ടായി. അതിന്റെ ചുവട് പിടിച്ച് നമ്മുടെ കേരളത്തിലും ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായി. അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പലായനം ചെയ്ത കുറെ സിഖുകാരും അവരുടെ ആശ്രിതരും അതേപോലെ സഹായികളും ഇവരെല്ലാവരും കൂടെ കുടിയേറി പാർത്ത ഈ സ്ഥലമാണ് മല്ലു സ്ട്രീറ്റ്. കേരളം വിട്ടെങ്കിലും ഇവരാരും നമ്മുടെ മലയാളവും അതേപോലെ തന്നെ കേരളത്തിന്റെ സംസ്കാരവും ഒന്നും മറന്നില്ല. അവരനുഭവിച്ച കേരളം ഇവിടെ പറിച്ചു നടുകയായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മല്ലു സ്ട്രീറ്റിലെ മലയാളം മീഡിയം സ്കൂൾ. ഇവരാണ് നമ്മുടെ മലയാളി പഞ്ചാബി കുട്ടികൾ. നമസ്കാരം മക്കളെ. മല്ലു സ്ട്രീറ്റിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഈ ചായക്കട നേരത്തെ കാണിച്ചപ്പോഴാണ് ഞാൻ ഹരിയെ കണ്ടത്. ചായക്കട അല്ല അനിയേട്ട, ദാബ. ഇതാണ് ദാബ. അത് തന്നെ, ഇവിടുത്തെ ചായക്കട, അവിടുത്തെ ദാബ. നീ ആദ്യം ഇത് നോക്ക്. ഇദ്ദേഹം മിസ്റ്റർ വീർ പ്രതാപ് സിംഗ്. ഇവിടെ മല്ലു സ്ട്രീറ്റിലെ പല പ്രധാനപ്പെട്ട ബിസിനസ്സുകൾ ഇദ്ദേഹത്തിന്റേതാണ്. നമുക്ക് പരിചയപ്പെടാം. സർ, നിങ്ങൾ കേരളത്തിൽ എവിടെയായിരുന്നു? ഇവിടെ എങ്ങനെ വന്നുപെട്ടു? ജന്മം കൊണ്ട് സിഖുകാരാണെങ്കിലും കർമ്മം കൊണ്ട് ഞങ്ങളെല്ലാം മലയാളികളാ. അവിടെ കൊച്ചിയില് സ്പെയർ പാർട്സ് ബിസിനസ് ആയിരുന്നു. ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട്? 30ഓളം കുടുംബങ്ങൾ. സാറിന്റെ കുടുംബം? 5 മക്കൾ. ഭാര്യ മലയാളിയാ. ഇവിടെ ഇപ്പൊ മകനുണ്ട്. അവനാ എല്ലാ ബിസിനസ്സും നോക്കി നടത്തുന്നത്. മകന്റെ പേരെന്താ? ശരിയായ പേര് ഹരീന്ദർ സിംഗ്. പിന്നെ ഇവിടുത്തുകാരൻ അവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, മല്ലു സിംഗ്. അതെന്താ അങ്ങനെ ഒരു പേര്? അമ്മ മലയാളി, അച്ഛൻ സിംഗ്. പാതി മലയാളി പാതി സിംഗ്. മല്ലു സിംഗ്. മല്ലു സിംഗിന്റെ കൂടുതൽ വിശേഷങ്ങളായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇനി ഇറങ്ങാറായില്ലേ? വണ്ടി പോകട്ടോ. അച്ചു ആ എവിടെ? ദാ വന്നു. എന്റെ അനിക്കുട്ട, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോയാ പോരെ? എന്ത്? നീ ആണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാ തീവണ്ടി കയറണത്. അച്ഛമ്മയൊന്നും പേടിപ്പിക്കാതിരിക്കണ്ടോ? ഇതിപ്പോ ഹരി അന്വേഷിച്ച് നമ്മൾ പൊള്ളാച്ചിക്ക് പോയ പോലെ ആകുമെന്ന എന്റെ പേടി. അന്ന് ഹരിയാണെന്ന് പറഞ്ഞ് അനിക്കുട്ടൻ ഒരു കൗണ്ടർ കയറി കെട്ടിപ്പിടിച്ചു. പിന്നെ കൗണ്ടർ മുട്ടുകാല് മടക്കി കയറ്റുന്നതാണ് ഞാൻ കാണുന്നത്. എന്റെ അനിയേട്ടാ, ടിവി കണ്ടത് ഹരിയേട്ടനാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഒരാളെ പോലെ 7 പേരുണ്ടാവുന്നാ പറയുന്നത്. അതാണ് കൽക്കത്തയിൽ താമസിക്കുന്ന തെക്കേലെ ശാരദത്തില്ലേ, അവരെ മകൻ അനിക്കുട്ടൻ അതേ ചായാണെന്നാ പറയുന്നത്. അതിപ്പോ എന്റെ അച്ഛന് കൽക്കട്ട ഒരു ദൂരമേ ആയിരുന്നില്ല. പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഹിന്ദിക്ക് 10 മാർക്ക് തികച്ചും മേടിക്കാത്ത ചെക്കനാ ഇവൻ. ഈശ്വരാ, എന്തൊക്കെ ആവോ എന്തോ. അച്ഛമ്മയോട് ഞാൻ പേടിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ടോ? ഹിന്ദി ഇപ്പൊ അത്ര പ്രശ്നമുള്ള ഭാഷ ഒന്നുമല്ല. നമ്മൾ എത്ര ആളുകൾ എത്ര നാട്ടിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. ശരിക്കും ഇതിപ്പോ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ല, ഞാൻ പറയുമ്പോഴാണ്ട് പറഞ്ഞാൽ മതി. സാരേ ജഹാസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര. എങ്ങനെ? ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാലും ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്റെ നാണുവേ, എന്നാ തനിക്കും കൂടി ഒന്ന് പോവായിരുന്നില്ലേ? എനിക്കറിയാം, അതല്ലേ ഞാൻ നേരത്തെ ഹിന്ദി പോലത്താതിരുന്നത്. ഞാൻ പോയാൽ ഇവിടുത്തെ കാര്യസ്ഥ പണി പിന്നെ ആര് നോക്കും? അനിയേട്ടാ, ഹരിയേട്ടൻ പോയിട്ട് ഇപ്പൊ 7 വർഷമാകുന്നു. ഇതുവരെ ഒരു കത്ത് പോലും അയച്ചിട്ടില്ല. അനിയേട്ടന് ഉറപ്പുണ്ടോ ഇത് ഹരിയേട്ടനാണെന്ന്? ഹരിയുടെ ഒരു നിഴല് പോലും എനിക്ക് തിരിച്ചറിയാനാവും. എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ തിരിച്ചുകൊണ്ടുവരും. നീ വിഷമിക്കണ്ടടി, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. മലയാളം ഹിന്ദി ഭാഷാ സഹായി. ചേട്ടാ എത്ര? 150. എന്നാലും കുഴപ്പമില്ല, വലിയ പോരെ. അതാ ഇതാ ചേട്ടാ, വേഗം വേഗം.
ആദ്യം കയറി സീറ്റ് സോറി, ഞാൻ ഒന്ന് കയറിക്കോട്ടെ. ഒന്ന് മാറണം, ഞാനൊന്ന് എടുത്ത് കയറട്ടെ. ചേട്ടാ പോലെ കഴിഞ്ഞു, ഇനി ആരുമില്ലല്ലോ. ബജി വട വേണ്ട, കാശ് കൊടുക്കേണ്ടി വരും. കമ്പി ഇത് എവിടേക്ക് പോകുന്നു? ഹായ്, ഞാനത് കണ്ടോട്ടെ. ഈശ്വര, എക്സ്ക്യൂസ് മീ, എന്താ? മലയാളിയാണല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ആ നോട്ടം കണ്ടപ്പോ മനസ്സിലായി. കുട്ടിയെ മലയാളിയാണോ? അല്ല, മലയാളം അറിയില്ല? ഒട്ടും അറിയില്ല. അയ്യോ, It's too good, yaar. Yeah, it is. ചപ്പാത്തി ഇല്ലല്ലോ പൂജ. Okay. ചപ്പാത്തി കഴിക്കുന്നു? വേണ്ടേ? छोड़ना यार, हमको क्या? കഴിക്കടി, നിനക്കൊക്കെ ആജീർണം പിടിക്കടി, ആജീർണം. ये क्या है? तो हम भी बैठेगा उसमें. अरे वही तो നിങ്ങൾ എന്താ അക്രമി കാണിക്കണേ? ഇത് ഇവരുടെ സീറ്റ് അല്ലേ? अरे आप भी जाने का, हमको भी जाने का है. अरे समझा रहे, सबसे समझ नहीं रहे हो. ये क्या? आपका बाप का ट्रेन है क्या? अरे समझा रहा तो हम माफ कर देने, तो क्या करने? ये क्या है ये सीट? ये आपका बाप का ट्रेन है अरे क्या? बाप क्या है, वही तो बोल रहा हूँ. क्या करता है? ലഡ്കി ഹൂ മേ പോലീസ് को വിളിക്കും है. ये कौन सी भाषा बात कर रहा है? വിളിക്കുന്നുണ്ട് ഹിന്ദി. बोल पुलिस को बोलू. पुलिस को बुलाएगा. करेक्ट. पुलिस को बुलाते. മതി, നോ പ്രോബ്ലം नहीं. വേണ്ടാന്ന്. बोल देखा, खामोश हो गए अभी अभी. क्या है अभी? क्या? എന്റെ അടുത്താ കളി. എവിടെ? हाँ, फिर मार सकता है. तुम्हें देखना है? നമുക്ക് തല്ലി മേടിക്കേണ്ട ഒരു കാര്യമില്ല. അനക്കൊന്നുമില്ലല്ലോ, കൊന്നോ? ഹൈ, മൊത്തം വയറിംഗ് ആണല്ലോ. ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. എന്താ പേരെന്താ? പേര് പൂജ. നമ്പർ ചോദിക്കണ്ട, തരില്ല. പേരറിയണമെന്നില്ല, പറയണ്ട. എന്നാ പിന്നെ കിടക്കല്ലേ? തിരിഞ്ഞു കിടക്കാം, ആരോഗ്യത്തിനാണ്. പട്ടിയാല ഇറങ്ങണമെന്ന് പറഞ്ഞില്ലേ? സ്ഥലം എത്തി. ഈ പഞ്ചാബ് മൊത്തം സിക്കാരാണല്ലോ, ഒറ്റ ഇന്ത്യക്കാരൻ പോലും ഇല്ലേ? ആ, ഇവരോട് ചോദിക്കാം. അത് ചേട്ടന്മാരെ, എനിക്ക് ഈ മല്ലു സ്ട്രീറ്റ് അത് ചായ എവിടെ? കാതിന് അതായത് മല്ലു സ്ട്രീറ്റ്, അത് എനിക്ക് പോണം. കിതർ. अरे पागल है क्या? എങ്ങനെ? क्या बोला? हमको समझ में नहीं आता. चल जा जा. ശരി, ഇപ്പൊ ഞാനായി കുറ്റക്കാരൻ. ഈ പുസ്തകം മൊത്തം അച്ചടി പശാണെന്നാ തോന്നണേ. ठीक है.
ഒയ്യോ, ഇതേപോലെ ഒരു കുട്ടി ട്രെയിനിലുണ്ടായിരുന്നു. ഇതേ കണ്ണ് ഹൈ, ഇതേ മൂക്ക് ഹൈ, ഇതേ മുഖം ഹൈ, പക്ഷെ വേഷം ഇത് നെഹി നെഹി. ഹലോ, നമ്പർ എടുക്കല്ലേ? അയ്യോ, കുട്ടി തന്നെയായിരുന്നോ? ഇതിനിടയ്ക്ക് വേഷവും മാറിയോ? അതായത് സത്യത്തിൽ എന്റെ ഹിന്ദി ഇവിടെ ഒറ്റ ആൾക്ക് മനസ്സിലാവണില്ല. കുട്ടിക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എനിക്ക് മല്ലു സ്ട്രീറ്റിലേക്കാ പോകേണ്ടത്. അതിപ്പോ എങ്ങനെയാന്ന് പറഞ്ഞാൽ മാഷക്കൊരു ബുദ്ധിമുട്ടാവില്ല, ഞാനെങ്കിൽ പോയിക്കോളാം. എന്തേ? ഞാനും അങ്ങോട്ടാ. അയ്യോ, എനിക്ക് വയ്യ. എന്റെ മാഷേ, ഈ പൊരുത്തം എന്ന് പറഞ്ഞ ഇതിനെയാ. മല്ലു സ്ട്രീറ്റിൽ എവിടെയാണ്? ആ വണ്ടി അങ്ങോട്ടാ, അതി കയറിക്കും. കാളവണ്ടിയോ? ആ ഡ്രൈവർ, ഈ ബാഗ് കൂടി വെച്ചോളൂ. ഞങ്ങൾ ഒരുമിച്ചാ വന്നത്. മേരാ പ്യാരി പ്യാരി. ഹിന്ദിക്കാരന് പാവത്തിന് മനസ്സിലാവണ്ടേ? ഫ്രണ്ട്സ് ആണോ? പ്യാരി പ്യാരി, അത് തന്നെ. ഇപ്പൊ വരാം. 100, 105. ഇത് വെച്ചോളൂ. വെച്ചോളൂ, ബാലൻസ് ഒന്നും വേണ്ട. ബാലൻസ് 5 രൂപ കൊടുത്തു. പാവങ്ങളാ, ഈ വേഷം കെട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും നമ്മൾ പിശിക്കിട്ട് ഒരു കാര്യമില്ല. വരും. സത്യത്തിൽ കുട്ടിക്ക് എന്നെ അറിയാഞ്ഞിട്ടാ. ഇത്തരം കാര്യങ്ങളിൽ ഞാൻ കാശ് നോക്കാറില്ല. കുടുംബമായിട്ടതെ ഞങ്ങൾ വലിയ ദാനധർമ്മികളാ. പിടിച്ചിരുന്നോളൂ കേട്ടോ. എത്തിയല്ലോ. चलते हो. ഐശ്വര്യമായിട്ട് വലുതാൽ വെച്ച് തന്നെ ഇറങ്ങാം. ദൈവമേ, ഭാഗ്യം വലുതുകാല കുത്തിയില്ല. എന്താ എന്താ എന്തിനാ എന്നെ തല്ലി? നേരത്തെ 5 രൂപ ടിപ്പ് തന്നെ ഞാൻ വേറെ 5 കൂടെ തരാം. മല്ലു സിംഗ് ബഹൻ സെ പങ്ക ലേതാ ഹൈ. ഞാൻ ക്യാ കർത്താ ഹൂ? ദൈവമേ, ആ പുസ്തകം ബാഗിലായി പോയല്ലോ. ഈ കാട്ടോ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. ചാവിട്ട് കീറഞ്ഞ് വാങ്ങി. എന്റെ ഇഷ്ടം മലയാളിയാണല്ലേ, എന്നിട്ടാണ് എന്നെ ഇങ്ങനെ ചവിട്ടിക്കൂട്ടണേ. हाथ मत लगाना साले, आगे निकल। ये मल्लू सिंह का बहन की प्रॉब्लम है. अगर मल्लू सिंह ने माफ किया तो भी पप्पन माफ नहीं करेगा. छोड़ो यार, मल्लू सिंह की बहन मेरी भी बहन है, लेकिन एक मलयाली पे हाथ उठाए तो मार डालूंगा साले. हट चल साले. ഇയാള് മലയാളിയോ? ദൈവമേ, ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നില്ലേ? ഇവരെന്തിനാ ഇടിക്കുന്നത്? നീ ചെവി നുള്ളിക്കോ. മല്ലു സിംഗിന്റെ പെങ്ങളാ നീ പ്യാരി എന്ന് വിളിച്ചത്. ഈ മല്ലു സ്ട്രീറ്റിൽ നിന്നെ കണ്ടാൽ ഈ പപ്പൻ ആരാണെന്ന് നീ അറിയും. ചേട്ടാ, ഈ പ്യാരി എന്ന് പറഞ്ഞ തെറിയ. വൈകിട്ട് എന്താ പരിപാടി? നീ വാങ്ങോ? ഇന്നലെ ഞാൻ വാങ്ങി മോന്തിയതല്ലേ, ഇന്ന് നീ വാങ്ങ്. തൽക്കാലം നമുക്ക് നിവിനെ സൈസാക്കാം. മലയാളികളുടെ പേരുകളായിരുന്നല്ലോ. വൈകിട്ട് നേരത്തെ വാട തെണ്ടി. ഓക്കേ, പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. സോഡ അത് നീ ഓർത്തോണം. തെണ്ടി. ഓക്കേ, ഇനി ഒരാളും ഇവനെ തൊട്ടുപോകരുത്. ഇവൻ എന്റെ ആള്. അയാള് പേടിച്ചു പോയിട്ടോ. ഇവിടെ എല്ലാവർക്കും എന്നെ ഭയങ്കര പേടിയാ. ഒന്നത്തും
നീ ആരാ? ഞാൻ അനിയൻ. അനിയനോ? ആരുടെ അനിയൻ? എനിക്ക് അനിയനൊന്നുമില്ല, ഞാൻ ഒറ്റ മോനാ, പിന്നെ 2 ചേട്ടന്മാർ. അതല്ല, എന്റെ പേരാ പറഞ്ഞ അനിയൻ. വാ, നിനക്ക് എന്തേ മല്ലു സ്ട്രീറ്റിൽ കാര്യം? ഞാൻ നാട്ടിലൊരു ഹരിയെ അന്വേഷിച്ചു വന്നതാ. ഹരിയോ? ബാബരേ, അവിടെ ഉണ്ടോ? അവിടെ ഇല്ല. എന്തെങ്കിലും ആരെങ്കിലും അന്വേഷിച്ചു വരുമെന്ന് എനിക്കറിയാം. എന്താ വൈകിയത്? ട്രെയിൻ ലേറ്റ് ആയതാ. എടുത്തോളൂ. എന്ത് എടുത്തോളൂ. ഞാനാ എടുക്കല്ലേ? സത്യം പറഞ്ഞ ലോകത്തൊരു മലയാളിയും കഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ ധൈര്യമായിട്ട് വന്നോളൂ. നമസ്കാരം. ഹലോ, വെറുതെ കുനിയണ്ട, എന്നോടാ. ഞാൻ മൊത്തത്തിൽ ഭയങ്കര സംഭവമാണ് ഇവിടെ, അതുകൊണ്ടാ. ഇറക്കി വെച്ചോളൂ. സൂക്ഷിച്ച്. ഭയ്യാ, ആരെങ്കിലും ഒന്ന് പതുക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാതെ. അതെ, എന്റെ കടയാ, പാലിന്റെ മൊത്ത വിതരണ സംഭരണശാല. ഏയ് ഹരിഹിതറേ, എന്റെ പ്രജകളാ, എന്ത് ചോദിച്ചാൽ അപ്പ മറുപടി പറയും. ബഹുമാനം കൊണ്ടാ, അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറേ ഇല്ല. നടന്നോളൂ. ഈ കാണുന്ന പശുക്കളൊക്കെ എന്റെ. ശരിക്കും ഞാനൊരു പ്രസ്ഥാനാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളൂ. എന്തേ? എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പശുക്കൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാ. ഹരി എന്നല്ലേ പേര് പറഞ്ഞ? അല്ല, അനി. അനി. അയ്യോ, അനീന്ന് എന്റെ പേരാ. ഹരി. ഹരി എന്താണ്? ആ മോനെ ഹരി, ഇത്രയും കാലം ഞാൻ കാത്തിരുന്ന നിന്റെ ചേട്ടൻ വന്നടാ. അല്ല, ചേട്ടാ! അയ്യോ ചേട്ടാ! അയ്യോ ചക്കരേ! അയ്യോ ചേട്ടാ! ഇത് ഹരിയല്ല. ഈ ഹരിയല്ലേ? പിന്നെന്താ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരോരും ഇല്ലാത്തൊരുത്തനല്ല എന്ന് വിചാരിച്ച് തീറ്റിപ്പോറ്റി വളർത്തിയതാ ഞാൻ. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞാട്ടല്ലോ, ചവിട്ടി കൂട്ടി ഞാൻ. എന്റെ പൊന്നു ചേട്ടാ, ഇത് ഹരിയല്ല. ഹരിയല്ലേ? ചായ ഉണ്ടല്ലോ, ഇത്രയൊക്കെ മതി. ഇത് തന്നെ നിന്റെ അനിയൻ. സത്യമായിട്ടും ഈ ഹരിയല്ല, ഇവിടെ വേറെ ഹരിയില്ലേ? വേറെ ഹരിയോ? ഇവരെന്താണ് ഒരു കുറവ്? ഇവൻ 4 നേരം വെട്ടി വീഴണ നീ കണ്ടിട്ടില്ലല്ലോ. ഇവിടുത്തെ പശുവിന് 1 കെട്ട് പുല്ല് മതി, ഈ തെറ്റിക്ക് 4 കെട്ട് ബീഡി വേണം ഒരു ദിവസം. ഇവന് വേണ്ടി ഞാൻ ഇത്രയും കാലം ചെലവാക്കിയ കാശ് ഇവിടെ വെച്ചിട്ട് പോയാ മതി. ഇവനെയും കൊണ്ട് കെട്ടിപ്പിടിക്കണം. പിടിച്ചു. വിട്ടു. അണ്ണ പറഞ്ഞത് കേട്ടല്ലോ. എന്ത്? ഫുൾ സെറ്റിലായിട്ട് പോയാ മതി. നിന്നെ ഞാൻ ഇന്ന് പശുക്കളും സമ്മതിക്കില്ലേ?